ഹലോ ഗായ്സ്, അങ്ങനെ ഒട്ടും പ്ലാനില്ലാത്തൊരു യാത്ര പോയി. വേറെ എവിടേക്കുമല്ല, നമ്മുടെ കോളേജിലേക്ക്, അതായത് ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ സ്വന്തം കോളേജായ ICCSL എഞ്ചിനീയറിംഗ് കോളേജിലേക്കാണ് പോയത്. അങ്ങനെ യാദൃശികമായിട്ട് വേറൊരു പ്ലാനും കൂടി നടത്തി. രാവിലെ മോർണിംഗിൽ നമുക്ക് ഗുരുവായൂരെത്തി ഒന്ന് തൊഴണമെന്ന്. തലേ ദിവസം രാത്രിക്കാണ് വിട്ടത്. അങ്ങനെ രാവിലെ ഇതാ നമ്മൾ പിന്നെ എവിടെ യാത്ര പോകുമ്പോഴും എൻജോയ്മെൻറ്റിന് ഒരു കുറവില്ല കേട്ടോ. ഞങ്ങൾ തിരുമൂർത്തികൾ, പ്രൊണൗൺസിയേഷൻ തരാമെന്ന് ശരിയാണോ എനിക്കറിയില്ല, അതൊന്നും കുഴപ്പമില്ല. ത്രിമൂർത്തികളെപ്പം ഒരേപോലത്തെ ഡ്രസ്സ് എടുക്കും. ഇന്നലെ വൈകുന്നേരം പ്ലാൻ ചെയ്ത്, അതായത് യാത്രയ്ക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രിക്ക് പോയിട്ട് എടുത്ത ഡ്രസ്സാണ് നമ്മളത്. ഞാൻ സെലക്ഷൻ പോലും നോക്കിയിട്ടില്ല. അങ്ങനെ അതെല്ലാം സെറ്റായി ഗുരുവായൂരമ്പലത്തിലെത്തി. നല്ല രീതിയിൽ തന്നെ തൊഴാൻ കഴിഞ്ഞു, തൊഴുത്തു. പിന്നെ നേരെ പോകുന്നത് നമ്മുടെ കോളേജിലേക്കാണ്. അങ്ങനെ കോളേജ് കണ്ടു. അടിപൊളി കോളേജാണ്. അപ്പോൾ സ്വന്തമായിട്ട് നമുക്കുള്ള സെറ്റും കൂടിയാണിത്. അപ്പോൾ അത് കാണുമ്പം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കോളേജിലുള്ള എല്ലാ കാര്യങ്ങളും കണ്ടു. അവിടെ നിന്നാണ് നമുക്ക് ക്യാൻറ്റീനിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായത്. ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, കുഴപ്പമില്ല, നല്ല ഫുഡ് തന്നെയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ കോളേജിൽ കാണാനുണ്ടായിരുന്നു. പുറത്തത്തെ ആദ്യത്തെ വ്യൂ മാത്രം കണ്ടു. പിന്നെ ഉള്ളിലേക്കെല്ലാം കയറി എല്ലാം മൊത്തം കറങ്ങി കണ്ടു. ഒരുപാട് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കോളേജിൽ അനന്ത IAS ആൻഡ് IPSൻ്റെ ഒരു ലോഞ്ചിങ്ങും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെയെല്ലാം കയറി കണ്ട് അടിപൊളിയാണ്, എല്ലാം സൂപ്പറായി. അപ്പോൾ പൂവൊക്കെ ചൂടി സെറ്റപ്പ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ വൈകുന്നേരം ഉച്ചക്കത്തെ ഭക്ഷണം അവിടെ നിന്ന് തന്നെ കഴിച്ചത്, അതെടുക്കാൻ വിട്ടു കേട്ടോ. പിന്നെ വടക്കുന്നാഥൻ ക്ഷേത്രത്തിൽ പോയി അവിടെയും കയറി തൊഴുതു. പിന്നെ അറമാദിക്കൽ തന്നെ കേട്ടോ. ഇതിലൊറ്റപ്പടി ഒരു കുറവും സംഭവിക്കാറില്ല. ഞാൻ ഇതിൻ്റെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ക്യാമറയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ട്. എൻ്റെ കേസ് എൻ്റെ ക്യാമറയിൽ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നല്ലൊരു ക്ലിയർ തോന്നിക്കുന്നുണ്ടാവും. ഇത് വേറൊന്നും കൊണ്ടല്ല, ക്യാമറ, അതായത് എൻ്റെ ഫോണ് മാറ്റി, അതിൻ്റെ ഒരു എഫക്റ്റാണ്. പിന്നെ അതുകൂടാതെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി വീഡിയോ ഇടാമെന്ന് പറഞ്ഞു, പക്ഷെ അത് നടന്നില്ല കേട്ടോ. അങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണവും കഴിച്ച് അർമാദിക്കലും കഴിഞ്ഞ് നേരെ രാത്രിയായി. രാത്രിക്കുള്ള ഭക്ഷണവും കഴിച്ച് നമ്മൾ സാധാരണ ലൈറ്റായിട്ട് കഴിച്ചിന്. രാത്രിക്കും അർമാദിക്കൽ, ഇതിനൊട്ടും ഒരു കുറവും ഞങ്ങൾ വരുത്താറില്ല. ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ട സംഭവമാണ് ഈ അർമാദിക്കൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ആ ഒരു ടൂറായിട്ട് കാണില്ലല്ലോ. ഒട്ടും പ്രതീക്ഷിക്കാത്ത യാത്രകളിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് കേട്ടോ. അങ്ങനെ ഓരോരുത്തർ അഭിനയിക്കാൻ അറിയാത്തവർ വരെ അഭിനയിച്ചു പോകും. അങ്ങനെയാണ്. എൻ്റെ എല്ലാം കോലം കാണണം. ഞാൻ എൻ്റെ മുടിയിൽ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു, വീണ്ടും കാണാം.